again candidate key കാണുന്നതിനുള്ള question ആണ്. Okay, so relation തന്നിട്ടുണ്ട് R, these are the attributes A B C D E F, then all possible candidate keys ആണ് പറഞ്ഞിരിക്കുന്നത്. Okay, അപ്പൊ നമുക്ക് candidate keys എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം വരുന്ന attributes ആരൊക്കെയെന്നാണ്. അപ്പൊ A ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമേ ഉള്ളൂ, C ഓൾറെഡി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഉണ്ട്, സോ യു ക്യാൻ ഡിസ്കാർഡ് ഇറ്റ്. D ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരുന്നുണ്ട്, ഡിസ്കാർഡ് ചെയ്തു. ദെൻ E എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്റെ ക്ലോഷർ ആദ്യം കണ്ടുപിടിക്കാം, ഇന്റെ ക്ലോഷർ കണ്ടുപിടിച്ച് നോക്കാം. ഓർ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു AE പ്ലസ്. ഓക്കെ, പോസിബിൾ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്റെ ക്ലോഷർ ആദ്യം കണ്ടുപിടിക്കാം, ഇന്റെ ക്ലോഷർ ആദ്യം കണ്ടുപിടിക്കാം. AE ക്ലോഷർ കണ്ടുപിടിച്ചാലും തെറ്റല്ല. ഓക്കെ, നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. അപ്പൊ എന്റെ ക്ലോഷറിൽ ആരൊക്കെ വരും? A എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം. A ഡിറൈവ് ചെയ്യുന്നത് C ആണ്. ഓക്കെ, അപ്പൊ സീനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഈ സി ഡിറൈവ് ചെയ്യുന്ന ഡി ഉണ്ട്, സോ യു ക്യാൻ ഇൻക്ലൂഡ് ഡി ഓൾസോ. ഡി ഡിറൈവ് ചെയ്യുന്നത് ബീനെയാണ്, അപ്പൊ ബീനെ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ പിന്നെ ഇ ആൻഡ് എഫ് കിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എക്ക് എല്ലാവരെയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇയും എഫ് ഇതിൽ മിസ്സിംഗ് ആണ്. സോ എ മാത്രമായിട്ട് നമുക്ക് കാൻഡിഡേറ്റ് കീ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ ഇ നോക്കിക്കഴിഞ്ഞാൽ ഇ മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് എഫ് മാത്രമേ വരുള്ളൂ, ഇയും എഫ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാൻഡിഡേറ്റ് കീ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നൗ യു ഹാവ് ടു ചെക്ക് എ ക്ലോഷർ. എ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ കിട്ടും നോക്കുക. അപ്പൊ എ ക്യാൻ ഡിറ്റർമിൻ, എ എന്തായാലും ഇതിൽ വരും, ഇ എന്തായാലും വരും. അപ്പൊ ഇ വന്നു കഴിഞ്ഞാൽ എന്തായാലും എഫ് വരും. ഓക്കെ, ദെൻ എ വന്നു കഴിഞ്ഞാൽ സി വരും, ദെൻ സി വന്നു കഴിഞ്ഞാൽ ഡി വരും, സി ഡിറൈവ്സ് ഡി ഉണ്ട്. ഓക്കെ, ദെൻ ഡി ഡിറൈവ്സ് ബി ഉണ്ട്, അപ്പൊ ബിയും വരും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ക്ലോഷർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡിറ്റർമിൻ ഓൾ ദ ആട്രിബ്യൂട്ട്സ് ഇൻ ദിസ് റിലേഷൻ. സോ വി ക്യാൻ കൺസിഡർ എ പ്ലസ് ആസ് എ കാൻഡിഡേറ്റ് കീ. ഓക്കെ, ഇനി ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് എ ക്ലോഷർ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ACE ക്ലോഷർ എടുക്കാം, AD ക്ലോഷർ എടുക്കാം. അപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ എ ക്ലോഷർ മാത്രം വെച്ചിട്ട് നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ 2-3 കോമ്പിനേഷൻ കൂടി എല്ലാം വരുന്നത് ഉണ്ടോ ജസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് കാൻഡിഡേറ്റ് കീ. ഇനി കുറച്ചും കൂടിയും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചിലതിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇല്ലാത്ത കേസസ് വരില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യും? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റൻ നോക്കാം. ABCDEFGH ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്, പോസിബിൾ കാൻഡിഡേറ്റ് കീസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത് ആരൊക്കെയാ നോക്കുക. അപ്പൊ സി എന്ന് പറയുന്നത് ലെഫ്റ്റ് വരുന്നുണ്ട്, റൈറ്റ് വരുന്നുണ്ട്. അതുപോലെ എച്ച് എടുത്തു കഴിഞ്ഞാൽ എച്ച് ലെഫ്റ്റ് വരുന്നുണ്ട്, റൈറ്റ് വരുന്നുണ്ട്. ദെൻ എ എടുത്തു കഴിഞ്ഞാൽ എ ലെഫ്റ്റ് വരുന്നുണ്ട്, റൈറ്റ് വരുന്നുണ്ട്. ബിയും ലെഫ്റ്റ് വരുന്നുണ്ട്, റൈറ്റ് വരുന്നുണ്ട്. സി വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇ വരുന്നില്ല. ഓക്കെ, ഇ വരുന്നുണ്ട്, ഇയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരുന്നുണ്ട്, എഫും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാവരും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വാട്ട് വി ഹാവ് ടു ഡു മീൻസ് we have to take the combinations of some of the keys. Okay, some of the attributes. അപ്പൊ നമുക്ക് വേണമെങ്കിൽ റാൻഡം ആയിട്ട് AB ക്ലോഷർ കണ്ടുപിടിക്കാം, ABC ക്ലോഷർ കണ്ടുപിടിക്കാം, അങ്ങനെ വേണമെങ്കിൽ നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ABC, ഇപ്പൊ നമുക്ക് ABC ക്ലോഷർ എടുക്കാന്ന് വിചാരിക്കും. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാം, അല്ലെങ്കിൽ AB ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. അതായത് നമുക്ക് കോമ്പിനേഷൻസ് എടുത്തിട്ട് ഏതിലെങ്കിലും ഈ എല്ലാവരുടെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്ലോഷർ സെറ്റ് കിട്ടി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കാൻഡിഡേറ്റ് കീ. ഓക്കെ, അപ്പൊ AB ക്ലോഷർ എടുക്കുമ്പോൾ അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമായിട്ട് ഉള്ളവർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റാൻഡം ആയിട്ട് എല്ലാ ആട്രിബ്യൂട്ട്സിന്റെയും കോമ്പിനേഷൻസ് എടുക്കാം. അപ്പൊ എയും ബിയും നമ്മൾ ആദ്യം എടുത്തു. AB ക്ലോഷറിൽ ആരൊക്കെ വരും നോക്കാം. അപ്പൊ എന്തായാലും A എന്തായാലും വരും, B വരും. പിന്നെ A ക്യാൻ ഡിറ്റർമിൻ BC, അപ്പൊ അതിൽ C ആഡ് ചെയ്യാം. അതുപോലെ Bക്ക് സി ഓൾറെഡി ഇവിടെ ഉണ്ട്, സി എഫിനെ ഇൻക്ലൂഡ് ചെയ്യാം, H ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദെൻ ദിസ് ഇസ് എഫ്. ഓക്കെ, എഫിനെ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഇ വരുന്നുണ്ട് എവിടെയെങ്കിലും, അപ്പൊ എഫിന്റെ ക്ലോഷറിൽ ഇയും ജിയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇ ഇൻക്ലൂഡ് ചെയ്യാം, ജി ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഇതിൽ ഓൾറെഡി എല്ലാവരും വന്നു അല്ലേ, ABC എഫ് എച്ച് ജി. ഓക്കെ, എല്ലാവരും വന്നു. അപ്പൊ AB ക്ലോഷർ എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീ ആണ്. ഇനി ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോ AB ക്ലോഷർ കഴിഞ്ഞു, ഇനി നമുക്ക് വേണമെങ്കിൽ BC ക്ലോഷർ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ BC ക്ലോഷറിൽ എല്ലാവരും വരുന്നുണ്ടോ നോക്കാം. അപ്പൊ BCയില് B എന്തായാലും ആഡ് ചെയ്യാം, C ആഡ് ചെയ്യാം. C ഉണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്യാൻ എന്താ പറ്റുന്ന, B ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CFH നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ C ഉണ്ട്, എഫിനെ ആഡ് ചെയ്യാം, എച്ചിനെ ആഡ് ചെയ്യാം. അപ്പൊ BCFH ആയി. ദെൻ എഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EG ആഡ് ചെയ്യാം. അപ്പൊ E ആഡ് ചെയ്തു, G ആഡ് ചെയ്തു. ദെൻ സിയും എച്ചും ഇതിൽ ഓൾറെഡി ഉണ്ട്, അപ്പൊ നമുക്ക് ഈ CH ഡിറൈവ്സ് G എടുക്കാം, G ഓൾറെഡി അവിടെ ഉണ്ട്. ദെൻ E ഡിറൈവ്സ് A ഉണ്ട്, അപ്പൊ E ഉള്ളത് കൊണ്ട് നമുക്ക് എനെ ആഡ് ചെയ്യാം യൂസിങ് ദിസ് ക്ലോഷർ. ഓക്കെ,
അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഓൾറെഡി എല്ലാവരും വരും. അപ്പൊ ബി സി എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുത്താൽ നമുക്ക് എല്ലാവരിനെയും കിട്ടും. അപ്പൊ ബി സി ഓൾസോ എ കാൻഡിഡേറ്റ്. അപ്പൊ അങ്ങനെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരുവിധം ഒരു 4-5 ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമുള്ള ഏതെങ്കിലും ആട്രിബ്യൂട്ട്സ് ഉണ്ടോ നോക്കാം. അപ്പൊ ഒരെണ്ണം ഉള്ളുന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലോഷർ കണ്ടുപിടിച്ച് നോക്കാം. ഇനി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ക്ലോഷർ കണ്ടുപിടിച്ച് നോക്കാം. അൾട്ടിമേറ്റ്ലി നമുക്ക് എല്ലാവരെയും കിട്ടുന്ന ഒരു കോമ്പിനേഷൻ വേണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് മാത്രമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഇല്ല. ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് റാൻഡംലി ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് ദ ഗിവൺ ആട്രിബ്യൂട്ട്സ്. അപ്പൊ നമുക്ക് ഒരു 1 by 1 ആയിട്ട് എടുത്ത് നോക്കാം. ആദ്യം എ ബിന്റെ കോമ്പിനേഷൻ എടുക്കാം, ബി സി കോമ്പിനേഷൻ എടുക്കാം, അതുപോലെ ബി ഡി എടുക്കാം, സി ഡി എടുക്കാം, സി ഇ എടുക്കാം. വി ക്യാൻ ടേക്ക് എനി. ഓക്കെ. ഒരു 2 or 3 കോമ്പിനേഷൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പോസിബിൾ കാൻഡിഡേറ്റ് കീസ്. ഓക്കെ. നോട്ടിൽ തന്നിട്ടുണ്ടോ ജസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ.